നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചു. മാള പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂട് വീടാക്കി താമസം തുടങ്ങി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളുപ്പറമ്പൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതി പത്രം പിൻവലിച്ചതോടെ അന്തിയുറങ്ങാൻ ഇടമില്ലാതെ ഒരു കുടുംബം. മാള പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂട് വീടാക്കി താമസം തുടങ്ങി. മെയ് 17-നാണ് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. പഴയ വീട് പ്രളയത്തിൽ മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോഴാണ് രാധയും കുടുംബവും വീട് പൊളിച്ചു നീക്കിയത്. ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മാണത്തിനായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് 2024 ഏപ്രിൽ 27-ന് രൂപരേഖ അംഗീകരിച്ച് അനുമതി നൽകിയിരുന്നു. അതിൻ്റെ ഫീസും പഞ്ചായത്ത് കൈപ്പറ്റിയിട്ടുണ്ട്. ഇത്രയും നടപടികൾ പൂർത്തിയാക്കിയ ശേഷം നിർമ്മാണം തുടങ്ങാൻ ഒരുങ്ങുമ്പോഴാണ് മെയ് 17-ന് പെർമിറ്റ് റദ്ദാക്കി പഞ്ചായത്ത് സെക്രട്ടറി കത്തയച്ചത്. അംഗീകാരം നൽകിയ സ്ഥലം തീരദേശ പരിപാലന നിയന്ത്രണ പരിധിയിലാണെന്ന് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് റദ്ദാക്കുന്നതെന്നും ജില്ലാതല കമ്മിറ്റിയുടെ അനുമതി ലഭിക്കുന്നതുവരെ പെർമിറ്റ് ഉപയോഗിക്കരുതെന്നും തിരിച്ചേൽപ്പിക്കണമെന്നും കത്തിൽ വ്യക്തമാക്കുന്നു. മഴക്കാലമായാൽ വെള്ളം കയറുന്ന വീടിൻ്റെ ഓല മേഞ്ഞത് ദ്രവിച്ചുപോയി. ഇപ്പോൾ പ്ലാസ്റ്റിക് ഷീറ്റിട്ടാണ് ചോർച്ച തടയുന്നത്. മത്സ്യത്തൊഴിലാളി കുടുംബമായ രാധയുടെ മകനും ഭാര്യയും 10-ലും 5-ലും പഠിക്കുന്ന 2 മക്കളുമാണ് ഇവിടെ കഴിയുന്നത്. ഒറ്റമുറി വീട്ടിൽ ഒരു ഭാഗം തുണി കൊണ്ട് മറച്ചാണ് അടുക്കള തിരിച്ചിട്ടുള്ളത്. നിർമ്മാണം തടഞ്ഞ സ്ഥലത്തിനടുത്ത് കായൽ അനുബന്ധ തോടുകൾ മാത്രമാണുള്ളതെന്നും കായലിനടുത്ത് വരെ ഒട്ടേറെ വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്നും രാധയും കുടുംബവും ചൂണ്ടിക്കാണിക്കുന്നു. ഞങ്ങൾക്ക് ലൈഫിൻ്റെ ഇത് പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പ്രളയത്തിൻ്റെ സമയത്ത് 2.5 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ അവരോട് ഇങ്ങനെ രേഖ വേണമെന്ന് പറഞ്ഞപ്പോൾ ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ തറയും പണിത് കല്ലൊക്കെ ഇറക്കി. അത് കഴിഞ്ഞ് നമ്മ പെർമിറ്റിൻ്റെ അപ്പം പാടാണെന്ന് പറഞ്ഞപ്പോൾ പെര പണിയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പം തരം മാറ്റാൻ പറഞ്ഞു. അങ്ങനെ തരം മാറ്റി ഞങ്ങൾ 2 കൊല്ലം അതിൻ്റെ പിന്നാലെ നടന്ന് തരം മാറ്റിയൊക്കെ കിട്ടിയപ്പോൾ അതും വെച്ച് ഞങ്ങൾ പെർമിറ്റിന് അപേക്ഷിച്ച് പെർമിറ്റ് തന്നെ 2 പ്രാവശ്യം വരച്ചു കൊടുത്ത് ഈ പ്ലാൻ. അതുകൊണ്ട് പിന്നെ കിട്ടിയപ്പോൾ അപ്പോൾ പിന്നെ 1 മാസം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് പേപ്പർ കിട്ടുകയാണ്. അത് തിരിച്ചേൽപ്പിക്കാൻ നിങ്ങൾക്ക്. പ്രളയത്തിൽ വീട് പൂർണ്ണമായി മുങ്ങി വാസയോഗ്യമല്ലാതായപ്പോൾ ലഭിച്ച 2.5 ലക്ഷം രൂപ ഉപയോഗിച്ച് തറ കെട്ടി കല്ലും വാങ്ങി വെച്ചിട്ടുണ്ട്. ഒരു വീടെന്ന സ്വപ്നത്തിനായി ഇവർ നടക്കുന്നത് വർഷങ്ങളായി. പഞ്ചായത്ത് ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല. പഞ്ചായത്തിൻ്റെ നടപടികൾക്കായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ചെന്തുരുത്തിയിൽ നിന്നും ക്യാമറമാൻ ശരത് അഴീക്കോടിനൊപ്പം ഫിയ തോമസ്, മീഡിയ ടൈം, മാള. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. അപകടത്തിൽ ഒരു ഓട്ടോറിക്ഷ പൂർണ്ണമായും ഒരെണ്ണം ഭാഗികമായും തകർന്നു. തൃശൂർ ജില്ലാ ആശുപത്രിക്ക് സമീപം വലിയ മരം പൊട്ടി വീണു. തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഉഗ്ര ശബ്ദത്തോടെയാണ് മരം പൊട്ടി വീണതെന്നും നിറയെ യാത്രക്കാരുമായി പോയ ബസ് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടെന്നും ദൃക്സാക്ഷി പ്രതികരിച്ചു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരത്തിന്റെ ബാക്കി ഭാഗവും മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ചുമട്ടുതൊഴിലാളികൾ പാഴ്സൽ നീക്കത്തിന് ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷയാണ് തകർന്നത്. മീഡിയ ടൈം, തൃശൂർ. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളുപറമ്പൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. കണ്ണമ്പത്തൂർ കാളൻ പാവുണ്ണിയുടെ കടയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണം നടന്നത്.
കടയുടെ ചുമർ കുത്തി പൊളിച്ച് അകത്ത് കിടന്ന ഇയാൾ ചാക്കുകളിലും പാത്രങ്ങളിലും നിറച്ചു വെച്ചിരുന്ന ജാതിക്കായ, ജാതിപത്രി, അടയ്ക്ക എന്നിവ മോഷ്ടിക്കുകയായിരുന്നു. ഇയാളുടെ കൂടെയുണ്ടായിരുന്ന മറ്റൊരു പ്രതിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഉൽപ്പന്നങ്ങൾ ചാക്കുകളിലാക്കി തൊട്ടടുത്ത പറമ്പിലെത്തിച്ച ശേഷം പുതുക്കാട് നിന്ന് ഓട്ടോ വിളിച്ചാണ് ഇവർ തൃശൂരിലെ കടയിൽ വിൽപ്പന നടത്തിയത്. സമീപത്തെ വീടുകളിൽ നിരീക്ഷണ ക്യാമറകളിൽ നിന്നാണ് ഓട്ടോ തിരിച്ചറിഞ്ഞത്. പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. പ്രതിയെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി. 50,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ മോഷണം നടന്നതായി പോലീസ് പറഞ്ഞു. പ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പുതുക്കാട് SHO സജീഷ് കുമാർ, SIമാരായ പ്രദീപ് കുമാർ, ഉണ്ണികൃഷ്ണൻ, കൃഷ്ണൻ, ഗ്രേഡ് CPOമാരായ സജീവ്, അജി, CPOമാരായ ശ്രീജിത്ത്, അജിത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, പുതുക്കാട്. സംസ്ഥാനത്ത് പച്ചക്കറി വിലയിൽ വൻ വർധന. പല ഇനങ്ങൾക്കും വില ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി സംസ്ഥാനത്തെ പച്ചക്കറി വിലയിൽ വൻ വർധനവാണ് ഉണ്ടാകുന്നത്. ഭൂരിഭാഗം പച്ചക്കറികൾക്കും വിപണിയിൽ വില ഇരട്ടിയായി. 100 രൂപയിൽ താഴെയായിരുന്ന പയറിന്റെ വിലയാണ് ഏറ്റവും ഉയർന്നത്. കിലോയ്ക്ക് 200 രൂപ വരെയായിട്ടുണ്ട്. പലയിടങ്ങളിലും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവയ്ക്കും പൊള്ളുന്ന വിലയാണ്. കാലാവസ്ഥയിലുണ്ടായ മാറ്റമാണ് പച്ചക്കറി വില ഉയരാനുള്ള പ്രധാന കാരണം. വേനൽ കടുത്തതിനെ തുടർന്ന് തമിഴ്നാട്ടിലും കർണാടകയിലും കൃഷി കുറഞ്ഞു. വിളവിനെയും വേനൽ ബാധിച്ചിരുന്നു. കടുത്ത വേനലിന് പിന്നാലെ മഴക്കാലം കൂടി ശക്തമായതോടെ പച്ചക്കറി വില ഇനിയും ഉയർന്നേക്കുമെന്നാണ് വ്യാപാരികൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്തി. ചാലക്കുടി പനമ്പള്ളി കോളേജിന് സമീപം താമസിക്കുന്ന റൌഡി ലിസ്റ്റിൽപ്പെട്ടയാളായ പോട്ട വെട്ടിക്കൽ വീട്ടിൽ ഷൈജുവിനെയാണ് തൃശൂർ റേഞ്ച് DIGയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലയിൽ നിന്നും 1 വർഷത്തേക്ക് കാപ്പ ചുമത്തി നാടുകടത്തിയത്. NCPS കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം താൽക്കാലിക പ്രസിഡന്റിനെ മാറ്റി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി കൂടിയ യോഗത്തിൽ രൂക്ഷമായ വാക്പോര്. 12-അംഗ ബ്ലോക്ക് കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറ, താൽക്കാലിക പ്രസിഡന്റ് ബാബു സുരാജ് എന്നീ 2 പേരൊഴികെ ബാക്കി 10 പേരും പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി നിലകൊണ്ടു. നിലവിലെ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് AR സുകുമാരനെ പുതിയ ബ്ലോക്ക് പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. സംസ്ഥാന സെക്രട്ടറി വേണു വെണ്ണറയും താൽക്കാലിക പ്രസിഡന്റ് ബാബു സുരാജ് എന്നീ 2 പേർ വിയോജിച്ചു. യോഗത്തിൽ ജില്ലാ സെക്രട്ടറിമാരായ നസീർ, ES ശശിധരൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KA ഷംസുദ്ദീൻ, ബിജു പൗലോസ്, ശക്തിധരൻ, വർഗീസ്, VA സെയ്ദ്, VA അഷ്റഫ്, വിരാസ എന്നീ നേതാക്കൾ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. തീരദേശ പരിപാലന നിയന്ത്രണ ചട്ടം ചൂണ്ടിക്കാട്ടി വീട് നിർമ്മാണത്തിന് പഞ്ചായത്ത് നൽകിയ അനുമതിപത്രം പിൻവലിച്ചു. മാള പള്ളിപ്പുറം സ്വദേശി ചെന്തുരുത്തിക്കാരൻ രാധയും കുടുംബവും ഇതോടെ ആട്ടിൻകൂട് വീടാക്കി താമസം തുടങ്ങി. ശക്തമായ മഴയിൽ തൃശൂർ നഗരത്തിൽ വീണ്ടും വൻമരം വീണു. ജനറൽ ആശുപത്രിക്ക് സമീപം കോളേജ് റോഡിലാണ് മരത്തിന്റെ ചില്ല പൊട്ടി വീണത്. പുതുക്കാട് കണ്ണമ്പത്തൂരിൽ മലഞ്ചരക്ക് കട കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതി അറസ്റ്റിൽ. കോടാലി ആളുപ്പറമ്പൻ വീട്ടിൽ 51 വയസ്സുള്ള സുരേഷാണ് അറസ്റ്റിലായത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.